അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ CSCS കാർഡായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ അത്യാവശ്യം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുത്തു വെക്കേണ്ടിയ ഹായ് ഫ്രണ്ട്സ്, അബീസ് യുക്കെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ UK എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ UK ഇപ്പം എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സോ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. UK വന്നു കഴിയുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം ഈ ഒരു ഫീൽഡിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ CV ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കാണിക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാകും നമ്മളൊരു ഏജൻസീനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ഇതെന്ന് പറയുന്നത് യാതൊരു ഏജൻസിയും അല്ല, ഇത് UK സർട്ടിഫൈഡ് ആയിട്ടുള്ള നമുക്ക് തന്നെ സൈറ്റിൽ കയറി ചെയ്യാവുന്ന ഒരു രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കേഷൻ്റെ പേര് CSCS കാർഡ് എന്നാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ CV നമ്മളൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളുടെ CVക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ CSCS കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിലോട്ട് എത്തിപ്പെടാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CITB, നമ്മളിതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. CITB ഫോർ മാനേജേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പം നമ്മൾ ആ എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പ്രൊഫഷണലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു തിയറി ടെസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ഉണ്ട്. MCQ ആണ്. അതായത് 4 ഓപ്ഷൻസ് കാണും. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് സെലക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ എക്സാമാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ CITBയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഏത് ഫോണിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 6.99. ഞാൻ ചെയ്ത സമയത്ത് 6.99 ആയിരുന്നു. അപ്പം അത് നമ്മൾ എടുത്തിട്ട് നമ്മളത് അത്യാവശ്യം തിയറി ടെസ്റ്റ് ഒക്കെ പഠിക്കുന്ന പോലെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500+ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് നമുക്ക് സാമ്പിളായിട്ട് കാണും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം ഒന്ന് പഠിച്ച് വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ശതമാനം മാത്രം ചെയ്താൽ മതി. അപ്പം ഓൾറെഡി നമ്മൾ ഈ സംഭവം എടുത്തു വെക്കുമ്പോൾ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മുടെ CV ചെക്ക് ചെയ്യുന്ന കമ്പനിക്ക് CSCS കാർഡ് ഉണ്ടെന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഞാനിപ്പോൾ കയറിയ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് വന്നു. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ CSCS കാർഡായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ കാർഡ് എടുത്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ അത്യാവശ്യം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുത്തു വെക്കേണ്ടിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് ഇത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഒരു എക്സാം എഴുതാൻ പ്രിപ്പയർ ആയിന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരുന്ന ടൈമിൽ നമുക്ക് സെൻറ്റർ ബുക്ക് ചെയ്ത് നമ്മൾ തിയറിക്ക് എഴുതുന്ന പോലെ തന്നെ, ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിന് ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്സാം സെൻറ്റർ നമ്മൾ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുക. ജസ്റ്റ് അവിടെ പോയി നമുക്ക് എക്സാം ഒക്കെ എഴുതുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ 50 ക്വസ്റ്റ്യൻസിൽ 45 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത്, അതായത് 45 ശരിയായെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ടെസ്റ്റ്. അതുപോലെ ടെസ്റ്റിന് ഫീയും ഉണ്ട്. ഐ തിങ്ക് ഒരു 22.5 22.5 പൗണ്ടാണ് നമുക്ക് അതിന് എക്സാം ഫീസായിട്ട് വരുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഇത് CITBയുടെ എക്സാം ഫോർ മാനേജേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ IET, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഒരു മെമ്പർ ആവാനായിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതായത് MIET എന്ന് പറയുന്ന ഒരു സഫിക്സ് നമ്മുടെ പേരിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മെമ്പറായി കഴിയുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പല എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിലോട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അറിവ് നമുക്ക് വേണമെങ്കിൽ അതുപോലത്തെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മളെ അവർ ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. MIET വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ CITBയുടെ എക്സാം പാസ്സായി എന്ന് പറഞ്ഞുള്ള റെഫറൻസ് നമ്പറൊക്കെ വെച്ചിട്ട് ഒരു പേപ്പർ നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മൾ അതിൽ മെമ്പറായി ജോയിൻ ചെയ്യാം. ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 20 പൗണ്ട്സ് എങ്ങാണ്ട് ജോയിനിങ് ഫീസ് കൊടുക്കണം. നമ്മളൊരു റീസെൻറ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 20 പൗണ്ട്സും അല്ലെങ്കിൽ 129 പൗണ്ട്സും ആണ് നമുക്കിതിന് വരുന്ന ഫീസ്. അപ്പം റീസെൻറ്റ് ഗ്രാജുവേറ്റ് ആയ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കാനാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ CSCS കാർഡിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് 5 years ആണ്. അപ്പം
എത്രയും പെട്ടെന്ന് ഇത് എടുത്തു വെക്കുവാണെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് ഈ കാർഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, CITBയുടെ, അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇത് ഭയങ്കര പാടാണോ പഠിക്കാൻ, മാത്തമാറ്റിക്കൽ കാര്യമായിരിക്കുമോ, അതോ എഞ്ചിനീയറിങ് അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണോ, തെർമോഡൈനാമിക്സ് ആണോ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. പക്ഷേ ഇത് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ ആപ്ലിക്കേഷൻ ത്രൂ ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. എനിക്ക് അങ്ങനെയായിരുന്നു. ഒരു 40 എണ്ണം നമ്മൾ പഠിച്ചത് തന്നെയാണ് വന്നത്. 10 എണ്ണമാണ് പിന്നെയും ഒന്നിച്ചിരി കുഴപ്പിക്കുന്ന രീതി വന്നത്. അപ്പോൾ നമ്മളിപ്പം CITB എക്സാം പാസ്സായി, അതിൻ്റെ റെഫറൻസ് നമ്പർ വെച്ചിട്ട് MIT നമ്മൾ ജോയിൻ ചെയ്തു. ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. CS കാർഡിന് അപ്ലൈ ചെയ്യണം. ഈ CS കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് ഈ MITയിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ഒരു ഡിഗ്രിക്കൊക്കെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ലാമിനേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് അയച്ചു തരുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിലിലും അവർ അറ്റാച്ച് ചെയ്ത് അയക്കും. അപ്പം ഈ സംഭവം വെച്ചിട്ട് നമ്മൾ CICSൻ്റെ സൈറ്റിൽ കയറി നമുക്കിതുപോലെ കാർഡ് വേണം, നമ്മൾ റീസെൻ്റ് ആയിട്ട് പഠിച്ചിറങ്ങി ഗ്രാജുവേറ്റ് ആണ്, അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സാധാ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റും ഈ MITയുടെ മെമ്പർ ആയിന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം CS കാർഡിനൊരു 36 പൗണ്ട് വേറെ ആവുന്നുണ്ട് CS കാർഡിന് വേണ്ടിയിട്ട്. അതും പേ ചെയ്ത് കഴിയുമ്പോൾ അവർ ഒന്ന് വെരിഫൈ ചെയ്യും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ, നമ്മൾ കൊടുക്കുന്ന പ്രൂഫൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സ് കാർഡ് നമ്മുടെ വീട്ടിലോട്ട് അയച്ചു തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റിൽ കാർഡായിട്ട് നമുക്കത് വിസിബിൾ ആയിരിക്കും. അപ്പം ഈ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ടാണ് പല സൈറ്റിലോട്ടും അല്ലെങ്കിൽ പല എൻജിനീയറിംഗ് സെക്ടറിലോട്ടും നമുക്ക് ജോലിക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നതും, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ പാസ് അല്ലെങ്കിൽ ഈ കാർഡ് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ഒന്നുകൂടെ ഒരൊറ്റ ലൈനിൽ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് നമ്മൾ CITBയുടെ എക്സാം പാസ്സാവുക, അതിൻ്റെ റെഫറൻസ് വെച്ചിട്ട് MITയിൽ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുക, ആ മെമ്പർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് CS കാർഡിന് അപ്ലൈ ചെയ്യുക. അപ്പം ഈ 3 പ്രൊസീജിയറാണുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു അബീസ് UK ചാനൽ. ബൈ.